പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ മാസം 26-ാം തീയതി ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന
ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടേ 90കളിലെ ഞാൻ കടലോര കൃപാവരം ഞാൻ കടലിൽ നടത്തുന്ന കാലത്ത് ശക്തിധരൻ എന്ന് പറഞ്ഞ എനിക്കൊരു ഫ്രണ്ടുണ്ടായിരുന്നു. അദ്ദേഹം അന്നത്തെ മംഗളം പത്രത്തിൻ്റെ ആലപ്പുഴയുടെ ചീഫായിരുന്നു. അപ്പം അദ്ദേഹം ഇടയ്ക്കൊക്കെ ഞങ്ങളെ ഒരുമിച്ച് കൂടുകയും സംസാരിക്കുകയും ചെയ്യും. ഒരു ദിവസം സംസാരിച്ചപ്പോഴേ സത്യദേവൻ പറഞ്ഞ് ഫാദറിനോട് സംസാരിക്കുമ്പോൾ ദൈവം ടാഞ്ചിബിൾ ആണെന്ന് തോന്നുന്നത് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് 90കളിലാണ്, 90ൻ്റെ ആദ്യ ഭാഗങ്ങൾ, 92, 91 കാലഘട്ടത്തിലാണ്. അതിനുശേഷം അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. എന്താ കാര്യത്തിനാൽ ഇപ്പം അദ്ദേഹം ദൈവത്തെ തേടുന്നൊരു മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം എല്ലാവരോടും ഈ ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരോടും അദ്ദേഹം സംസാരിക്കും. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ടാഞ്ചിബിൾ ആണെന്നുള്ള വാക്ക് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവസ്പർശ്യമാണ്. അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു. സാധാരണ മനുഷ്യരായാലും ശരി, എലൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായാലും ശരി, അന്വേഷിക്കുന്നത് ദൈവത്തെയാണ്. ദൈവത്തെ എന്ത് അന്വേഷിക്കണേ? അനന്തമായ അജ്ഞാനമായ ദീപ്തിപൂരത്ത് അരുളുന്ന ഒരു അബ്സ്ട്രാക്റ്റ് പ്യുവർ ആക്ട് എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു ദൈവത്തെ അല്ല അന്വേഷിക്കുന്നത്, ടാഞ്ചിബിൾ ആയിട്ടുള്ള ദൈവത്തെ അന്വേഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് നിങ്ങളോടൊക്കെ ലളിതമായിട്ട് സംസാരിക്കുന്നില്ല പല കാര്യങ്ങളും, ദൈവിക കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾക്ക് വന്ന അബദ്ധങ്ങളെന്ന് പറയുന്നത് ആത്മീയം, എല്ലാ മതങ്ങളിലും ആത്മീയം കുറച്ച് പേരുടെ പണ്ഡിതന്മാരുടെ കൈകളിലായിപ്പോയി. പരിസര കാലഘട്ടങ്ങൾ അങ്ങനെ വന്നായിരുന്നു. ദൈവം എന്ത് ചെയ്യണമെന്ന് ഈ പരിസരം തീരുമാനിക്കുന്ന അവസ്ഥ വന്നു. അതിൻ്റെ തിരിച്ചടി അങ്ങനെ വരണത്. ദൈവത്തോട് അടുക്കാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്നത് എന്ത് ശരിയാണ്, എന്ത് തെറ്റാണെന്ന് വേറൊരു ഭാഗം, അത് ഒരു മനുഷ്യരാണേ, അതായത് ഈ മനുഷ്യനോട് പറയാൻ തുടങ്ങി. അപ്പം കുറേ കൂട്ടം മനുഷ്യർ അവർ മറ്റു മനുഷ്യരെ കാണുമ്പോൾ അങ്ങനെയല്ല ദൈവത്തോട് എടുക്കേണ്ടത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ റിസർവ് ആക്കി കളഞ്ഞു. ഇത് ഇന്ത്യയിലും ഇതിൻ്റെ ഒരു വലിയ ഒരു സംഭവമുണ്ട്. അതായത് ഇതെല്ലാം ഇപ്പം നമ്മൾ തന്നെ അറിയത്തില്ല, ഇപ്പം ദൈവത്തിനെ അനുഭവിക്കുന്നതിന് വേണ്ടി അവർ ആത്മീയത സങ്കീർണമാക്കി കളയും. ആത്മീയ സങ്കീർണമാക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയാം? ഗുരുക്കൾ മസ്റ്റാവും, ശിഷ്യന്മാർ അടിമകളാകും. അപ്പോൾ അടിമകളെ സൃഷ്ടിക്കുന്ന ഒരു ഗുരുത്വ കേന്ദ്രം വരികയും ഇനി നമ്മൾ ഭക്തരെ ഭിക്ഷാന്തഹികളായിട്ട് നിൽക്കുകയും അവർ ക്യൂ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചില ആൾക്കാർ എന്നെ ആൾദൈവമായിട്ട് കാണും. ആൾദൈവം വെച്ചാൽ അറിവില്ലാത്തവർ. ചില ആൾക്കാർ അച്ഛൻ്റെ തന്നെ അനുഗ്രഹം മുഴുവൻ ഇരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അച്ഛനെ കാണണമെന്ന് നടക്കും. അപ്പോൾ ഇത് അച്ഛൻ അറിയാതെ ഒരു വിഗ്രഹമായിട്ട് മാറുകയാണ്. അതിന് കൃപാസനത്തിൽ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൃപാസനത്തിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവത്തിൻ്റെ മാർഗങ്ങൾ സത്യസന്ധമായിട്ട് ഉടമ്പടി എടുക്കുന്ന അച്ഛനെ കാണുന്ന മുമ്പ് തന്നെ ദൈവത്തെ കണ്ടു കഴിഞ്ഞിരിക്കും. ഇനി ദൈവത്തെ കണ്ടു കഴിഞ്ഞവർ പിന്നെ അച്ഛനെ കാണത്തില്ല. ഇതുമാത്രം ആൾക്കാരാണ്. ഞങ്ങൾക്ക് 6 കൊല്ലമായിട്ട് ഉടമ്പടി, 7 കൊല്ലം ഉടമ്പടി എടുക്കും. ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ട് അവർ മാനേജർ വഹിക്കും. ഇപ്പോൾ 7 കൊല്ലം ആയല്ലേ ഇപ്പം ഉടമ്പടിയിൽ. അച്ഛനെ കാണണോ? വേണ്ട. എന്താ കാര്യം? അങ്ങനെ വേണ്ടെന്ന് പറയാൻ കാര്യം,
അവരുടെ ഉടമ്പടിയിൽ കറക്റ്റായിട്ട് ദൈവമായിട്ട് കമ്മ്യൂണിക്കബിളാണ്. അതാണ് എൻ്റെ വിഷയം. ഞാൻ അതിനെ ഉദ്ദേശിക്കണത് നിങ്ങൾ സ്വതന്ത്രരാകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൻ്റെ അടുത്താണ് കൃപയുടെ ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിങ്ങനെ ബാങ്കിൽ നമ്മൾ ലോൺ എടുക്കണ പോലെ ക്യൂ നിന്ന് ആത്മീയതയെ ഇങ്ങനെ, അത് ക്രിസ്തുവിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. പഴയ നിയമ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർക്കും സൈന്യാധിപന്മാർക്കൊക്കെ ഗിദെയോനെ പോലുള്ള നീതിമാന്മാർക്കും ന്യായാധിപന്മാർക്കൊക്കെയാണ് പരിശുദ്ധാത്മാവ് കിട്ടുന്നത്. ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയല്ല. അതുകൊണ്ടാണ് പത്രോസ് ഒരു മത്സ്യത്തൊഴിലാളി പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നുകൊണ്ട് പറയണില്ലേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നുകൊണ്ട് പത്രോസ് പറയുന്നത് എന്താണ്? അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും അയക്കുമെന്ന്. നിങ്ങളുടെ പിതാക്കന്മാർക്ക് സ്വപ്നങ്ങൾ കാണും, അവർ യൂത്താവും. നിങ്ങളുടെ യുവാക്കന്മാരെ ദർശനങ്ങളുണ്ടാകും, അവർക്ക് പക്വത പ്രാപിക്കും, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ആരുടെയും ഒരു കെയർ ഓഫിൽ അറിയപ്പെടാൻ, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞങ്ങൾ അല്പോളുടെ ആൾക്കാരാണ്. അങ്ങനെ പറഞ്ഞാൽ വചനം എടുത്തേ 1 കൊരിന്തോസ് 1:12. ആ 1 കൊരിന്തോസ് 1:12 സ്റ്റൈൽ നോക്കി. ഞാൻ പൗലോസിന്റേതാണ്, ഞാൻ പൗലോസിന്റേതാണ്, ഞാൻ അപ്പോളോസിന്റേതാണ്, അപ്പോളോസിന്റേതാണ്, ഞാൻ കേപ്പായുടേതാണ്, ഞാൻ ക്രിസ്തുവിന്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് വിഷയം. നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ പോയാൽ ക്രിസ്തു വിഭജിക്കപ്പെടും. അതായത് നമ്മളിപ്പോൾ ഉടമ്പടിയിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ ക്രിസ്തുവുമായി ഉടമ്പടിയിലാണെങ്കിൽ അത് ആ വഴിക്ക് തുറന്നു പോയാൽ ആലപ്പുഴ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴ ഞങ്ങൾ തുടക്കക്കാരായിട്ട് ഞങ്ങൾ ഫോർമാറ്റ് ചെയ്യണത്. പിന്നെ ഏറ്റവും ഞാൻ ആൾക്കാരെ കാണുന്നത് ക്യാൻസർ പേഷ്യൻറ്റ്, പിന്നെ ജപ്തി നടപടിയിലല്ല, തകർന്നിരിക്കുന്ന ആൾക്കാരെ ഞാൻ കാണത്തുള്ളൂ. തകർന്നിരിക്കുന്ന ആൾക്കാരാണ്. കാര്യം അവരോട് നമ്മൾ ഇത് പറയേണ്ടതല്ല. അവർക്ക് ആ തകർച്ചയെന്ന് അവരെ രക്ഷപ്പെടുത്തിയാണ് ആദ്യം. അതുകൊണ്ട് എല്ലാ തകർച്ച എല്ലാവിധ കാര്യം അത് എന്താ അങ്ങനെ വരാൻ കാര്യത്തിൽ ഞാൻ 90കളിൽ ശുശ്രൂഷയ്ക്ക് വരുമ്പോഴേ എനിക്ക് കിട്ടിയൊരു വചനം എന്താ അറിയാമോ? ഹെൽപ്പ് ദോസ് ഹു ഹാർ ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. വായിച്ചേ 2 കൊരിന്തോസ് 1:4. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. അപ്പം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസം അപ്പം ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ക്ലേശങ്ങളിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജോലിയാണ് കൃപാസനത്തിൽ നടക്കുന്നത്. ക്ലേശങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ദോസ് ഹു ആർ ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. പലതരത്തിലുള്ള ഒരു തരമല്ലല്ലോ. ആൾക്കാർക്ക് പണ്ട് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ മദ്യപാനം മാറാൻ പോകണമെന്നല്ല പറയണം. അങ്ങനെയല്ല, ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. എന്തെല്ലാം തരം ട്രബിൾസാണ് ആൾക്കാർക്കുള്ളത്. അവരുടെ ജീവിത മേഖലയിലുള്ള എല്ലാ ട്രബിൾസും. ഉടമ്പടിയുടെ ഉദ്ദേശം തന്നെ അതാണ്. ഈ വചനമാണ്. എന്താണ്? എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കിക്കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക, സൗകര്യപ്പെടുത്തി കൊടുക്കുക, അതിനെ ബോധവൽക്കരിക്കുക, അതിനുള്ള ക്ലാസ്സുകൾ കൊടുക്കുക, അതിനുവേണ്ട ചിട്ടയായ ആധ്യാത്മിക ജീവിതത്തിന് വേണ്ടി അവരെ ബൂസ്റ്റ് ചെയ്യുക. അതൊക്കെ കൃപാസനത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയണത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടുവേലക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ, ദൈവവിളിയോടുകൂടി ഇതിൽ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനെ കോൺടാക്റ്റ് ചെയ്യാം. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ദൈവവിളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് രീതി പരിപോഷിപ്പിക്കപ്പെടാവുന്നതിനെക്കുറിച്ച് ഒരു കമൻസിലൂടെ നമുക്കത് പരിഹരിക്കാൻ. അതായത് എനിക്ക് എപ്പോഴും ഇഷ്ടമെന്ന് പറയണത്, ആയിരക്കണക്കിന് പ്രേക്ഷിത ലോകം മുഴുവനും കൃപാസനത്തിനുണ്ട്. അവർ അച്ഛന്മാരെ സൃഷ്ടിച്ച് ചെയ്യുന്നതിനേക്കാൾ മനോഹരമായി വെയിലും മഴയും കണ്ട് ഷാപ്പിലും ബാറിലും വരെ പോയി കൃപാസനം പത്രം കൊടുക്കുന്നുണ്ട്. മനസ്സിലായി? അതൊക്കെ അതവരുടെ അങ്ങനെയുള്ള
അച്ചിട്ട് അഭിഷേകമുള്ള ആൾക്കാരെയാണ് ഞാൻ കൂടുതലായിട്ട്. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ അച്ഛനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ.